ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അപ്ഡേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. ആദ്യം നമുക്കിതിനാവശ്യമായത് 3 സവാള. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ഇട്ട് നമുക്ക് വഴറ്റാം. ഇതിലേക്ക് മൂന്ന് പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച പേസ്റ്റ് ഇട്ട് നമുക്ക് വഴറ്റാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് വഴറ്റാം. വേപ്പില ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഓരോരുത്തർക്ക് ഉള്ളതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നേരത്തെ തന്നെ ഇവിടെ മുട്ട ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ മസാലയൊക്കെ ആ മുട്ടയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ചിലവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മുട്ടയിൽ ഒന്ന് വരഞ്ഞിട്ട് അതിലേക്കിടാം. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വരഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ഇടുക ചെയ്തത്. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ എല്ലാം കൂട്ടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം.